നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളി ചോറ് അല്ലെങ്കിൽ തക്കാളി സാദം തയ്യാറാക്കിയാലോ. അപ്പോൾ ടൊമാറ്റോ റൈസ് പലരും പല രീതിയിൽ തന്നെയല്ല തയ്യാറാക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ടൊമാറ്റോ റൈസിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചൺ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തക്കാളി ചോറ് അല്ലെങ്കിൽ തക്കാളി സാദം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണ താല്പര്യമില്ലെങ്കിൽ മാത്രം. പിന്നെ ഞാനിതിലേക്ക് ഒരു ബേ ലീഫാണ് ചേർത്ത് കൊടുക്കണത്, അതായത് കറുകപ്പട്ടയുടെ ഉണങ്ങിയ ഇല. ഇതിപ്പോൾ വലുതായ കാരണം ഞാനൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു തക്കോലം, അതുപോലെ 2 ഏലക്കായ. പിന്നെ ചേർക്കേണ്ടത് ഗ്രാമ്പുമാണ്, 2 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹോൾ സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഒരുപാടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരില്ല. ഇനി കുറച്ച് സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹോൾ സ്പൈസസ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് എണ്ണയിലേക്ക് വന്നോളൂ കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിതിന് വേണ്ടിയിട്ട് 3 വലിയ സവാള ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കനം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെയാണ് തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടല്ല തയ്യാറാക്കണത്. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കണത്. പിന്നെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ പേസ്റ്റാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറി വരട്ടെ. അതോടൊപ്പം സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് നല്ലപോലെ തന്നെ വഴന്ന് വരണം. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവാള നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളെന്ന് പറഞ്ഞാലും അധികമൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുതൽ നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ വരെ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോണത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടിയ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എരിവ് തന്നെയായിരിക്കും. പിന്നെ ഒരുപാട് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവുന്ന മാത്രം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷമാണ് പിന്നെ ഇതിലേക്ക് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ആണെന്നുണ്ടെങ്കിലും തക്കാളി സാധമല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തക്കാളി ചേർത്ത് കൊടുക്കണം. പിന്നെ ടൊമാറ്റോ റൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ മസാല ഉണ്ടല്ലോ, വഴറ്റിയെടുക്കണ ഈ ഒരു മസാല അത്യാവശ്യം നല്ല അളവിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ്, അതായത് റൈസായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല അളവിൽ മസാല ഉണ്ടാകുമ്പോൾ തന്നെയാണ് ടൊമാറ്റോ റൈസ് ടേസ്റ്റി ആയിട്ട് വരിക. നമ്മൾ ഈ ഒരു കുറച്ച് മസാലയിലേക്ക് ഒരുപാട് റൈസൊക്കെ ചേർത്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഞാനിപ്പോൾ ഇവിടെ 3 നല്ല വലിയ പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അതിനുശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ തക്കാളി സാദം തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്തിട്ട് കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു തക്കാളി സാദത്തിൻ്റെ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഫ്ലേവറോട് കൂടി തന്നെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില, ഒരു ചെറിയ പിടി പുതിനയില മതി ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു ചെറിയ പിടി മല്ലിയില കൂടി
കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലകളുടെയൊക്കെ വാട്ടർ കണ്ടൻറ്റ് കാരണം തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളൂ. നല്ലപോലെ ഒന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് മാഷായിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് തന്നെ വരണം, ഒരു മസാലയായിട്ട് തന്നെ വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായിട്ട് വന്നോളും. പിന്നെ തക്കാളി സാദത്തിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ അധികം വിഭവങ്ങളൊന്നും വേണ്ട. ഒരു റായ്ത്തിയോ അല്ലെങ്കിൽ പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ വരും, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഞാനിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഞാൻ തുറന്ന് വെച്ചിട്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലും പുതിനയിലും തക്കാളിയും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കും. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കുക കേട്ടോ, അപ്പോഴായിരിക്കും തക്കാളി സാദമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് 1 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തു. അത് പിന്നെ ഞാൻ വെള്ളം കളയാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ റൈസൊക്കെ പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് റൈസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ്. അതായത് പ്രഷർ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാരണമാണ് ആ ഒരു അളവിൽ വെള്ളം എടുക്കണത് കേട്ടോ. നമ്മൾ ഇപ്പോൾ വേറൊരു പാത്രത്തിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1.5 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഈ ഒരു ടൊമാറ്റോ റൈസ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്യാത്ത സമയത്ത് പെട്ടെന്ന് കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇപ്പോൾ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ എത്ര ഉപ്പുണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസ് കുക്കായിട്ട് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപ്പ് ആ ഒരു റൈസിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത കാരണം ഇപ്പോൾ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം പ്രഷർ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പ്രഷർ പോയതിന് ശേഷം പിന്നെ ഒരുപാട് സമയം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് കുക്കാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രഷർ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കണ ബിരിയാണിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്ത് റൈസ് എന്നുണ്ടെങ്കിലും തുറന്ന് നോക്കി അപ്പോൾ തന്നെ എന്നുണ്ടെങ്കിൽ ആ ചൂടോട് കൂടി ഓവറായിട്ട് കുക്കായിട്ടുള്ളത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. ഇത് തണുത്ത് വരുമ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏത് ടൈപ്പ് റൈസ് ആണെന്നുണ്ടെങ്കിൽ വരിക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കണ പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ടൊമാറ്റോ റൈസൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് കുഴഞ്ഞിരുന്നാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എഗ് ബിരിയാണിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷർ കുക്കർ റെസിപ്പി ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതായത് നിംഷാസ് കിച്ചണിൽ ഏറ്റവും വൈറലായിട്ടുള്ള റെസിപ്പിയും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ പ്രഷർ കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ കുഴഞ്ഞ് പോലെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താ ബിരിയാണി കഞ്ഞിയോ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻസ് ഒക്കെ പലതും വന്നിരുന്നു. അപ്പോൾ ഇത്രയുള്ള കാര്യം അറിയുന്നവർക്ക് അത് അറിയാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് റൈത്തയുടെ കൂടിയാണ് കഴിക്കണത്. അപ്പോൾ റൈത്ത, പപ്പടം, അച്ചാർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തന്നെയായിരിക്കും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ റൈസ് കഴിക്കാം. പക്ഷേ റൈത്തയ്ക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് തന്നെയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം.